ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ടേക്ക് ഇറ്റ് ഈസി. നമുക്കിന്ന് 9ാം ക്ലാസ്സിലെ 1ാമത്തെ യൂണിറ്റിലെ ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. 1ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ സ്പീക്കേഴ്സ് വിസിറ്റ് ടു സ്റ്റോക്ക്ഹോം ഡിഫർ ഫ്രം ഹെർ ഏർലിയർ വിസിറ്റ്സ്? എങ്ങനെയാണ് ഇപ്രാവശ്യത്തെ സ്റ്റോക്ക്ഹോമിലേക്കുള്ള സ്പീക്കറിൻ്റെ വിസിറ്റ് എങ്ങനെയാണ് മറ്റുള്ള വിസിറ്റിൽ നിന്ന് വ്യത്യസ്തമായത്? ഇങ്ങനെയാണ്: ഏർലിയർ ഷി വെൻറ്റ് ടു സ്റ്റോക്ക്ഹോം ടു ഡു ഡിഫിക്കൽട്ട് തിങ്സ് സച്ച് ആസ് പാസിംഗ് എക്സാമിനേഷൻസ്. അതായത് പരീക്ഷ പാസ്സാകുന്ന പോലെയുള്ള വിഷമം പിടിച്ച കാര്യങ്ങൾ ചെയ്യാനായിരുന്നു മുമ്പ് അവർ സ്റ്റോക്ക്ഹോമിലേക്ക് പോയിരുന്നത്. ദിസ് ടൈം ഷി വാസ് ഗോയിങ് ദർ ടു റിസീവ് ദ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. എന്താണ്? നോബൽ പ്രൈസ് വാങ്ങാൻ, ലിറ്ററേച്ചറിൽ നോബൽ പ്രൈസ് വാങ്ങാനാണ് ഇത്തവണ പോകുന്നത്. അതാണ് വ്യത്യാസം. 2ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡു യു സ്പെൻഡ് ടൈം വെൻ യു ഗോ ഓൺ എ ലോങ് ജേർണി? ഒരു ലോങ് യാത്രയാണ്, നിങ്ങൾ എങ്ങനെയാണ് സമയം സ്പെൻഡ് ചെയ്യുക? ഐ യൂഷ്വലി സ്പെൻഡ് മൈ ടൈം റീഡിങ് ബുക്സ്. ഞാൻ ബുക്കുകൾ വായിച്ച് സമയം കളയും. പിന്നെയോ ലിസണിങ് ടു മ്യൂസിക്, കുറേ പാട്ടുകൾ കേൾക്കും. ലുക്കിംഗ് ഔട്ട് ഓഫ് ദ വിൻഡോ, പുറത്തേക്ക് ഇങ്ങനെ ജനലിൻ്റെ പുറത്തേക്ക് നോക്കിയിരിക്കും. ആൻഡ് തിങ്കിങ് അബൌട്ട് ഡിഫറെൻറ്റ് തിങ്സ്, പല കാര്യങ്ങളും ആലോചിച്ചിരിക്കും. 3ാമത്തെ ക്വസ്റ്റ്യൻ, ഐ തോട്ട് ഓഫ് മൈ ഫാദർ ആൻഡ് ഫെൽറ്റ് എ ഡീപ്പ് സോറോ. വൈ വാസ് ഷി സാഡ് അറ്റ് ദ തോട്ട് ഓഫ് ഹർ ഫാദർ? ഞാൻ എൻ്റെ അച്ഛനെക്കുറിച്ച് ആലോചിച്ചു, അല്ലാണ്ട് സങ്കടപ്പെട്ടു. എന്തുകൊണ്ടാണ് ഓദർ അങ്ങനെ സങ്കടപ്പെട്ടത് എന്നാണ് ചോദ്യം. She was sad because her father was no longer alive to see her receive the prize in literature and share her happiness. എന്താണ്? അവളുടെ അച്ഛൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല. സോ അവരുടെ നോബൽ പ്രൈസ് വാങ്ങുന്ന സന്തോഷം അച്ഛനെ അറിയിക്കാനും ആ സന്തോഷം അറിഞ്ഞ് സന്തോഷിക്കാനൊന്നും അല്ലേ, ഞാൻ നോബൽ പ്രൈസ് വാങ്ങുന്ന കാര്യം അറിഞ്ഞിട്ട് അച്ഛൻ സന്തോഷിക്കില്ലല്ലോ എന്നൊക്കെ ഓർത്തപ്പോഴാണ് ഓദർ സങ്കടപ്പെട്ടത്. 4ാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ സ്പീക്കർ ഫീൽ ദാറ്റ് ദ കോച്ചസ് നോ ലോങ്ങർ സീം ടു റൺ ഓൺ റെയിൽസ് ആൻഡ് സ്ലീപ്പേഴ്സ് ബട്ട് ഗ്ലൈഡ് ഇൻ ടു സ്പേസ്? എന്താണ്? ട്രെയിൻ ഇങ്ങനെ റെയിൽ പാളത്തിൽ അല്ല പോകുന്നത്, അങ്ങനെ തെന്നി നീങ്ങിയാണ് സ്പേസിലേക്കൂടി, ബഹിരാകാശത്തേക്കൂടി എന്ന് തോന്നാൻ കാരണം എന്താണ്? ദ സ്പീക്കർ വാസ് ഡീപ്ലി ലോസ്റ്റ് ഇൻ തോട്ട്സ് അബൌട്ട് ഹെർ ഫാദർ ആൻഡ് വാസ് ഡേ ഡ്രീമിങ് അബൌട്ട് മീറ്റിംഗ് ഹിം ഇൻ പാരഡൈസ്. എന്താണ്? ആ സ്പീക്കർ ഇങ്ങനെ എഴുത്തുകാരി മൊത്തം അവരിങ്ങനെ അവരുടെ പ്രസൻറ്റിനെ കുറിച്ച് അവർ മറന്നിട്ട് അവർ ഡേ ഡ്രീം ചെയ്യുകയാണ്, ദിവാസ്വപ്നത്തിലായിരുന്നു അച്ഛനെക്കുറിച്ച് ഓർത്തിട്ട് അച്ഛനെ എങ്ങനെ പാരഡൈസിൽ, സ്വർഗത്തിൽ മീറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കലായിരുന്നു. ബിക്കോസ് ഓഫ് ദിസ് ഡ്രീമി സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, ഈ ഒരു സ്വപ്നാവസ്ഥയിൽ ഇരുന്നതിനാൽ ഷീ ഫെൽറ്റ് ദാറ്റ് ദ ട്രെയിൻ വാസ് ഗ്ലൈഡിങ് ത്രൂ സ്പേസ് റാദർ ദാൻ റണ്ണിങ് ഓൺ റെയിൽസ്. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ തോന്നിയത്. അവരൊരു സ്വപ്നാവസ്ഥയിലായിരുന്നതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ തോന്നിയത്. വാട്ട് ഈസ് യുവർ ഇംപ്രഷൻ ഓഫ് ദ റൈറ്റേഴ്സ് ഫാദർ? എന്താണ് നിങ്ങളുടെ ഇംപ്രഷൻ, റൈറ്ററുടെ അച്ഛനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നാണ് ചോദ്യം. ദ റൈറ്റേഴ്സ് ഫാദർ വാസ് എ ലവിങ്, കെയറിങ്, എഡ്യൂക്കേറ്റഡ് ആൻഡ് ഇൻസ്പയറിങ് പേഴ്സൺ. വളരെ ലവിങ് ആണ്, വളരെ കെയർ ചെയ്യുന്ന ആളാണ്, പിന്നെ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്, വളരെ എല്ലാവരും ഇൻസ്പയർ ചെയ്യുന്ന വ്യക്തി കൂടിയാണ് റൈറ്ററുടെ അച്ഛൻ. ഹി എൻകറേജ് ഹിസ് ചിൽഡ്രൻ ടു റീഡ് ഗുഡ് ബുക്സ്, എൻജോയ് മ്യൂസിക് ആൻഡ് ലേൺ ന്യൂ തിങ്സ്. പുതിയ പുസ്തകങ്ങൾ വായിക്കാനും ഒരുപാട് മ്യൂസിക്കുകൾ എൻജോയ് ചെയ്യാനൊക്കെ, പുതിയ കാര്യങ്ങൾ പഠിക്കാനൊക്കെ അദ്ദേഹം എല്ലാവരെയും മക്കളെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഐ ഹാവ് കം ടു ആസ്ക് യു ഫോർ അഡ്വൈസ്. വാട്ട് അഡ്വൈസ് ഡസ് ദ സ്പീക്കർ റിക്വസ്റ്റ് ഓഫ് ഹെർ ഫാദർ? ഒരു അഡ്വൈസ് ചോദിക്കാനാണ് ഞാൻ വന്നതെന്ന് സ്പീക്കർ പറയുന്നു. എന്ത് അഡ്വൈസാണ് അച്ഛനിൽ നിന്ന് അവൾക്ക് വേണ്ടത്? ദ സ്പീക്കർ വാണ്ട്സ് അഡ്വൈസ് ഓൺ ഹൗ ഷീ ക്യാൻ റീപേ ദ ഡെപ്റ്റ് of gratitude she owes her father for all the love, guidance, encouragement and inspiration he gave her, which helped her achieve success. അച്ഛൻ കൊടുത്ത ഓരോ കാര്യങ്ങൾക്കും നന്ദി പറയണം അല്ലേ, അതൊരു കടമായിട്ട് കരുതിയിരിക്കുകയാണ് മോൾ. ആ കടം എങ്ങനെ വീട്ടാൻ പറ്റും എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അവളവിടെ പോയത്. അച്ഛനോട് എങ്ങനെയാണ് ഈ കടങ്ങൾക്കൊക്കെ ഇതിനൊക്കെ ഞാൻ എങ്ങനെയാണ് നന്ദി രേഖപ്പെടുത്തുക, എങ്ങനെയാണ് ഞാൻ ഈ കടം വീട്ടുക എന്ന് ചോദിക്കാനാണ് മോള് അച്ഛൻ്റെ അടുത്ത് പോയത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ ലുക്ക് ഓഫ് വണ്ടർ വിൽ കം ഇൻ ടു ഹിസ് ഐസ്. വാട്ട് ഡു യു തിങ്ക് ഈസ് ദ റീസൺ ഫോർ ദ ചേഞ്ച് ഓഫ് എക്സ്പ്രഷൻ? ഇങ്ങനെ പെട്ടെന്ന് അച്ഛൻ്റെ കണ്ണുകളിൽ ഒരു അത്ഭുതം നിറയും. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നത്? അങ്ങനെ നമുക്കൊരു ചേഞ്ച് തോന്നിയത് പെട്ടെന്ന് അദ്ദേഹത്തിന് ആ ചേഞ്ച് ഉണ്ടാവാൻ കാരണം എന്താണ് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഹർ ഫാദർ ഈസ് അമേസ്ഡ് ടു ലേൺ ദാറ്റ് ഷി ഫീൽസ് സോ ഡീപ്ലി ഇൻഡെപ്റ്റഡ് ടു ഹിം ആൻഡ് അതേഴ്സ് ഫോർ ഹർ സക്സസ്. അതായത് അവൾക്കുണ്ടായ സക്സസ്സിന് കാരണക്കാരായവരോടൊക്കെ ഇങ്ങനെ കടപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ ചിന്തിക്കുകയാണ് എത്രത്തോളമാണ് അവൾ എല്ലാവരോടും എത്രത്തോളം നന്ദിയാണ് അവൾക്കുള്ളത് എല്ലാവരോടും എന്ന് ഓർത്തിട്ടുള്ള അത്ഭുതം കൊണ്ടാണ് അച്ഛനങ്ങനെ കണ്ണുകൾ വണ്ടറായത്. ഡു യു തിങ്ക് ദർ ഈസ് പോയട്രി ഇൻ ഹാർഡ് റോക്സ് ആൻഡ് ബ്ലാക്ക് ഫോറസ്റ്റ് സ്റ്റേറ്റ് റീസൺസ്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വലിയ പാറക്കെട്ടുകളിലും അല്ലെങ്കിൽ ഇരുണ്ട കാട്ടിലും ഒക്കെ ഫോറസ്റ്റിലും ഒക്കെ പോയട്രി കവിതകൾ ഒളിച്ചിരിപ്പുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നാണ് ചോദ്യം. യെസ്, ഓഫ് കോഴ്സ് ഉണ്ട് അല്ലേ.
നേച്ചർ ഈസ് ഫുൾ ഓഫ് ബ്യൂട്ടി. നേച്ചർ എന്ന് പറഞ്ഞാലേ ബ്യൂട്ടിയാണ്. അത് പാറയായിക്കോട്ടെ, മരമായിക്കോട്ടെ, കാടായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ് അല്ലേ, ഇറ്റ്സ് ഫുൾ ഓഫ് ബ്യൂട്ടി. മിസ്റ്ററി, ഒരുപാട് നിഗൂഢതകളാണ്. ആൻഡ് ഇൻസ്പിരേഷൻ, നമുക്ക് ഒരുപാട് ഇൻസ്പിരേഷൻ തരുന്ന കാര്യമാണ്, പ്രചോദനം തരുന്നു. ഈവൻ റോക്സ് ആൻഡ് ഫോറസ്റ്റ് ക്യാൻ ഇൻസ്പയർ ഇമാജിനേഷൻ പോയട്രി. റോക്സ്, പാറക്കെട്ടുകൾക്കും എന്താണ്, കാടുകൾക്ക് പോലും നമുക്കെല്ലാം ഇൻസ്പിരേഷൻ, പ്രചോദനം തരാൻ വേണ്ടി കഴിയും. ഹൗ ഡസ് സെൽമാസ് ഫാദർ കൺസോൾ ഹെർ? എങ്ങനെയാണ് സെൽമയുടെ ഫാദർ അല്ലേ, ഈ റൈറ്ററുടെ പേര് സെൽമ എന്നാണ്, അവരുടെ അച്ഛൻ എങ്ങനെയാണ് അവരെ കൺസോൾ ചെയ്തത്, സമാധാനിപ്പിച്ചത്, ആശ്വസിപ്പിച്ചത്? സെൽമാസ് ഫാദർ കൺസോൾസ് ഹെർ ബൈ സേയിങ് നെവർ ഫിയർ ചൈൽഡ്, ദർ ഈസ് എ റെമഡി ഫോർ യുവർ ട്രബിൾ. അങ്ങനെ പറഞ്ഞിട്ടാണ് ആശ്വസിപ്പിക്കുന്നത് അല്ലേ, നീ ഒരിക്കലും പേടിക്കരുത് മോളെ, നെവർ ഫിയർ ചൈൽഡ്, ഒരിക്കലും പേടിക്കരുത് മോളെ, ഇതിനൊരു പരിഹാരമുണ്ട്, അതുകൊണ്ട് പേടിക്കരുത് മോളെ എന്നാണ് അച്ഛൻ പറയുന്നത്. He reassures her that there is a solution to her problem and encourages her not to worry. അത് തന്നെയാണ് പറയുന്നത് അല്ലേ, എന്താണ്, റീഅഷ്യൂർ ചെയ്യലാണ്, പേടിക്കേണ്ട, എല്ലാത്തിനും പരിഹാരമുണ്ട്, അപ്പോൾ ധൈര്യമായിട്ടിരിക്കൂ എന്ന് അച്ഛൻ പറയലാണ്. ക്വസ്റ്റ്യൻ, I owe them gratitude, Father, both for their praise and their censure. Why is the speaker thankful even to those who criticized her? എന്തുകൊണ്ടാണ് അവരുടെ ക്രിറ്റിസിസത്തിന് അല്ലേ, വിമർശനങ്ങൾക്ക് പോലും നന്ദി പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ഓഥർ എന്നാണ് ചോദ്യം. പ്രൈസ് എൻകറേജ്ഡ് ഹെർ, എന്താണ്, പുകഴ്ത്തുമ്പോൾ അത് അവർക്ക് ധൈര്യം കൊടുക്കും. ക്രിറ്റിസിസം ഹെൽപ്പ് ഹെർ ഇംപ്രൂവ്. ഓക്കെ, ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കാര്യമാണ് കേട്ടോ. നമ്മളെ പുകഴ്ത്തുന്ന ആൾക്കാരെക്കാൾ കൂടുതൽ നമ്മൾ സ്നേഹിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും നമ്മളെ വിമർശിക്കുന്ന ആൾക്കാരെയാണ്. ബിക്കോസ് അവരുടെ വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നന്നാവാൻ കഴിയുള്ളൂ. മനസ്സിലായോ? നമ്മളിപ്പോൾ ഒരു കാര്യം എഴുതിക്കൊണ്ട് ചെന്നാൽ നമ്മൾ ഒരു ടീച്ചർ പറയുന്നു, ഒരാൾ പറയുന്നു ഓ വെരി ഗുഡ് സൂപ്പർ എന്ന് പറഞ്ഞു, മറ്റൊരാൾ പറയുന്നു നോക്ക് ഇവിടെയൊക്കെ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് പറയുന്നു. ഏതാ നല്ലത് നമ്മൾ എടുക്കേണ്ടത്? ആ രണ്ടാമത് പറഞ്ഞ ആളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചോ. ബിക്കോസ് അയാൾ പറഞ്ഞത് കാര്യം കറക്റ്റായിരിക്കും, അപ്പം മാത്രമേ നമുക്ക് നെക്സ്റ്റ് ടൈം ഇമ്പ്രൂവ് ആവാൻ കഴിയുള്ളൂ. കറക്റ്റ്? യെസ്, അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ക്രിറ്റിസിസം ഹെൽപ്പ് ഹെർ ഇംപ്രൂവ്, വീണ്ടും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ക്രിറ്റിസിസം, വിമർശനം സഹായിച്ചു. പക്ഷേ എൻകറേജ് ചെയ്തുകൊണ്ട് കോൺഫിഡൻസും കിട്ടി. കറക്റ്റ്, പ്രൈസ് ചെയ്തുകൊണ്ട്, പോഴ്ത്തിയതുകൊണ്ട് എന്താണ്, അവൾക്ക് കോൺഫിഡൻസും ധൈര്യവും, കൂടുതൽ ധൈര്യവും കിട്ടി. ബോത്ത് കോൺട്രിബ്യൂട്ടഡ് ടു ഹെർ ഗ്രോത്ത് ആസ് എ റൈറ്റർ. എന്താണ്, രണ്ടും അവളുടെ ഒരു റൈറ്റർ എന്ന നിലയിലുള്ള രീതിയിൽ അവരെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്, വളർത്തിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വോട്ട് ഡു യു തിങ്ക് മേക്സ് ഫാദർ ലെസ് കാം? എന്തുകൊണ്ടാണ് അവളുടെ അച്ഛൻ കുറച്ച് അസ്വസ്ഥനായത് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? He realizes how many people have contributed to his daughter's success and how deeply she feels indebted to them. ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ മകളുടെ വിജയത്തിന് പിന്നിൽ എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, സംഭാവന ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. മാത്രമല്ല അവരോടൊക്കെ എത്രത്തോളം ആഴത്തിലാണ് അവളുടെ കടപ്പെട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. എത്രത്തോളം ആഴത്തിലാണ് അവളുടെ നന്ദിയുള്ളത് എന്ന് ഓർത്തിട്ടാണ് അച്ഛൻ, അതിനെക്കുറിച്ച് ഓർത്തിട്ടാണ് എന്താണ് അസ്വസ്ഥനായത്. അടുത്ത ക്വസ്റ്റ്യൻ, how did her friends and readers contribute to Selma Lagerlof's journey to the Nobel Prize? എങ്ങനെയാണ് ഈ ഓഥർ സെൽമ ലാഗർലോഫിൻ്റെ ഫ്രണ്ട്സും പിന്നെ റീഡേഴ്സൊക്കെ അവരുടെ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഏതിലേക്ക്? ജേണിയിലേക്ക്, നോബൽ പ്രൈസിലേക്കുള്ള ജേണിയിലേക്ക്, യാത്രയിലേക്ക് എങ്ങനെയാണ് അവർ എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദ്യം. ഹെർ ഫ്രണ്ട്സ് എൻകറേജ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ഹെർ. ഫ്രണ്ട്സ് എന്ത് ചെയ്തു? എൻകറേജ് ചെയ്തു, സപ്പോർട്ട് ചെയ്തു, ധൈര്യം കൊടുത്തു, അവളെ സപ്പോർട്ട് ചെയ്തു. ഹെർ റീഡേഴ്സ് അപ്രീഷിയേറ്റഡ് ഹെർ ബുക്സ് ആൻഡ് ഗേവ് ഹെർ റെക്കഗ്നീഷൻ. ബുക്സൊക്കെ ആളുകൾ വായിച്ചിട്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് അതിന് അംഗീകാരം കൊടുത്തു. ദെയർ സപ്പോർട്ട് ഹെൽപ്പ് ഹെർ അച്ചീവ് സക്സസ് ആൻഡ് വിൻ ദ നോബൽ പ്രൈസ്. അതുകൊണ്ട് മാത്രമാണ് അവർക്ക് എന്ത് കിട്ടിയത്? നോബൽ പ്രൈസ് കിട്ടിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ഫാദർ റെസ്പോണ്ട് വെൻ ഹി ഡിസ്കവേഴ്സ് ഹിസ് ഡോട്ടേഴ്സ് ബിഗ്ഗസ്റ്റ് ഡെപ്റ്റ്? എങ്ങനെയാണ് മോളുടെ ഏറ്റവും വലിയ കടം എന്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവളുടെ അച്ഛൻ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത്? ഫാദർ ബിക്കംസ് ഇമോഷണൽ ആൻഡ് സേസ് ഹി ഈസ് ടു ഹാപ്പി അബൌട്ട് ഹെർ നോബൽ പ്രൈസ് ടു വറി അബൌട്ട് സച്ച് എ പ്രോബ്ലം. എന്താണ്, വേറെ ഒന്നിനെക്കുറിച്ച് എനിക്ക് ഇപ്പോൾ ആലോചിക്കാൻ കഴിയില്ല, ഞാൻ ഒരുപാട് ഹാപ്പിയാണ് അല്ലേ. അല്ലാണ്ട് ഇമോഷണലായി മാറി അച്ഛൻ, കണ്ണുനീരൊക്കെ വന്നു, അതൊക്കെ തുടച്ചിട്ട് പറയലാണ് ഇപ്പോൾ വേറെ ഒന്നിനെക്കുറിച്ച്, ഒരു ടെൻഷനെക്കുറിച്ച് എനിക്കിപ്പോൾ ആലോചിക്കാൻ കഴിയില്ല, നിനക്കിത് കിട്ടിയത് ഞാൻ ഒരുപാട് സന്തോഷവാനാണ് എന്നാണ് അച്ഛൻ പറയുന്നത്. ഇമോഷണലായി മാറി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഷാൽ ഐ റീപേ ദിസ് ഡെപ്റ്റ്? വാട്ട് ഡസ് സെൽമ മീൻ ബൈ ദിസ്? ഞാൻ എങ്ങനെയാണ് ഇതിനൊക്കെ ഈ ഒരു കടങ്ങളൊക്കെ ഞാൻ എങ്ങനെ വീട്ടു വച്ചാ എന്ന് ചോദിക്കുന്നുണ്ട് സെൽമ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സെൽമ മീൻസ് ദാറ്റ് ദ ഡെപ്റ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഷീ ഓവ്സ് ടു ദ സ്വീഡിഷ് അക്കാഡമി ഫോർ ഓണറിങ് ഹർ വിത്ത് ദ നോബൽ പ്രൈസ്. ഇവിടെ സെൽമ എന്താണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? ദ ഡെപ്റ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഷീ ഓവ്സ് ടു
സ്വീഡിഷ് അക്കാദമി അല്ലേ, ഈ നോബൽ പ്രൈസ് കൊടുത്തതിന് സ്വീഡിഷ് അക്കാദമിയോട് അവൾ എത്രത്തോളം നന്ദിയാണ് അവൾ രേഖപ്പെടുത്തേണ്ടത് അല്ലേ. ഡെറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി കൊണ്ടുള്ള കടം അതെങ്ങനെ വീട്ടുമെന്നുള്ള അർത്ഥമാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആരോടാണത്? സ്വീഡിഷ് അക്കാദമിയോട്. എന്തിനാണ്? ഫോർ ഗിവിങ് ഹർ ദ നോബൽ പ്രൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മക്കളെ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്